ഇത് ഞങ്ങളുടെ കാനിങ്ടൺ മെഡിക്കൽ സെൻ്ററിനോട് ചേർന്നുള്ള ഒരു ഹാർഡ്വെയർ ഷോപ്പാണ്. ബണ്ണിസിൽ കിട്ടുകയില്ലാത്ത സാധനങ്ങൾ പലതും ഇവിടെ കിട്ടും. വീട്ടിലെ മെയിൻ്റനൻസ് ആവശ്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. ക്വാളിറ്റി സാധനങ്ങളാണ്. ഞാൻ വർഷങ്ങളായിട്ട് പുള്ളിനെ പരിചയമുള്ളതാണ്. അതുപോലെ റേർ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇവിടെ വന്ന് വാങ്ങാറുണ്ട്. ഇപ്പോൾ ഒരു ബിൽബിൽറ്റ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. നല്ല ഡീലിങ്സാണ് പുള്ളി. ഫാമിലി ഓൺഡ് ബിസിനസ്സാണ്. ഗോ ലോക്കൽ, ഗോ പ്രൊമോട്ട് ലോക്കൽ ആയിരിക്കണം പോളിസി. നമ്മൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ പോയി ഒത്തിരി പൈസ കൊടുത്ത് സാധനങ്ങൾ മേടിക്കുന്നതിനകത്ത് വലിയ കാര്യമില്ല. ഇതുപോലുള്ള ചെറിയ ചെറിയ ഷോപ്പുകളെ പ്രൊമോട്ട് ചെയ്യുക. ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. പലർക്കും കാനഡയിലുള്ള ഈ ഷോപ്പിനെ പറ്റി വലിയ ധാരണയില്ല. അത് എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. ബണ്ണിങ്സ് എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റ് കോൾസിൻ്റെ വലിയ സ്ഥാപനമാണ്. നമ്മളവിടെ പോയി അവർക്ക് 5 രൂപ കൊടുക്കുന്ന കഴിഞ്ഞും ഭേദമല്ല ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ സ്നേഹവില കാണും. നിങ്ങൾ ഈ കടയിൽ വരിക, ആവശ്യമുള്ളപ്പോൾ സാധനങ്ങൾ മേടിക്കുക. ഇവർക്കൊരു 13.95 റേഞ്ചുണ്ട്. ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും ആ പൈസയ്ക്ക് നമുക്ക് കിട്ടും. ഒരു പ്രശ്നവുമില്ല. അത് ഒരുവിധം ക്വാളിറ്റിയാണ്. വല്ലപ്പോഴും ഒക്കെ മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ ഇതാണ് അവരുടെ 13.95 റേഞ്ച്. ബൾക്കായിട്ടുള്ള സാധനങ്ങളാണ്. ഡ്രിൽ ബിറ്റുകൾ, സ്ക്രൂ ഡ്രൈവറുകൾ, റെഞ്ച്. ടെക്നിക്കൽ താല്പര്യമുള്ളവർക്ക് ഇഷ്ടപ്പെടും. ഇതിൻ്റെ ചാർക്കോള്, ബാർബിക്യൂവിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ സാധനങ്ങൾ. ഭയങ്കര തിരക്കൊന്നുമില്ല. വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്വയറ്റായിട്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്ത് വാങ്ങിയിട്ട് പോകാം. പേഴ്സണലായിട്ടുള്ള ബന്ധവും ബണ്ണിങ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫല്ലേ ഉള്ളൂ. അപ്പോൾ അതുമായിട്ട് നമുക്കൊന്നും അറിയത്തില്ല. മേസൺ ആയിട്ടുള്ള പരിപാടിക്കുള്ള സാധനങ്ങൾ. കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യുന്നത് നമ്മുടെ തൃശ്ശൂരുള്ള ഒരു മലയാളി പെൺകുട്ടിയാണ്. പുള്ളിക്കാരി മാസ്റ്റേഴ്സ് ഇവിടെ ചെയ്യുന്നതാണ്. ഇവിടുത്തെ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്നത് ഞാൻ പരിചയപ്പെട്ടു. അപ്പം മലയാളി ചന്ദ്രനിൽ ചെന്നാലും കഴിഞ്ഞ ദിവസം പോയില്ല അവർ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ ഒരു മലയാളി കാണും. അതാണ് നമ്മുടെ ഒരു മലയാളികളുടെ ഒരു പ്രത്യേകതയാണത്. ഇത് നമ്മുടെ സെക്ഷനാണ് ഇലക്ട്രിക്കൽ. ബൾബുകൾ, ഫാനുകൾ, ഹെവി ഡ്യൂട്ടി ഔട്ട്ഡോർ കേബിളുകൾ, ഇതൊക്കെ വെച്ച് റെഡ്യൂസ് പൈസ ഇട്ടിരിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ പ്രോപ്പർ ബ്രാൻഡഡ് ഐറ്റമാണ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ. ഇതെല്ലാം ബ്രാൻഡഡാണ്. നോക്കിയിട്ടൊക്കെ പൈസയുണ്ട്. അത് തന്നെ അതിനേ ഉള്ളൂ. പിന്നെ ബണ്ണിങ്സിലും ഈ പൈസയൊക്കെ തന്നെ ഇപ്പം കൂടുതലാണെങ്കിലേ ഉള്ളൂ. പ്രോപ്പർ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള മക്കിറ്റ ടൂൾസുകളാണ്. നല്ല വിലയുണ്ട് ഇതിനെല്ലാം. വീട്ടുപയോഗത്തിനുള്ള ആവശ്യമാകുമ്പോൾ ഇതിൻ്റെ ഒന്നും പുറകെ പോകണ്ട. നമ്മൾ ഒരു മാസത്തിൽ ഒരു വർക്ക് പോലും നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഡേ ടു ഡേ ലൈഫിൽ സാധനം ആവശ്യമുള്ളവരാണ് ഇതൊക്കെ വാങ്ങിയാൽ ഒരു ആയുസ് മുഴുവൻ നിലനിൽക്കും. വ്യത്യാസമുണ്ട് ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ തമ്മിൽ നമ്മൾ ലോക്കലുമായിട്ട്. A to Z സാധനങ്ങളുണ്ട് ഹൗസ് മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ടത്. അഫോർഡബിളാണ് റേറ്റും. തീർത്തും മോശമല്ല സാധനത്തിൻ്റെ ക്വാളിറ്റി. നമുക്ക് അതൊരു വലിയ ഇതല്ലേ. മെയിൻ്റനൻസ് ആവശ്യമുള്ളവർക്കൊക്കെ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് വാങ്ങുന്നത്. ടൈനി ബെഞ്ച് വൈസ് എൻ്റെ ചെറുത് മേടിച്ച് വീട്ടിൽ പിടിപ്പിക്കാൻ പോകും ആവശ്യമുണ്ടെങ്കിൽ. പുള്ളിയാണ് ഇതിൻ്റെ ഓണർ. നിങ്ങൾ ബണ്ണിങ്സിൽ പോയി ഷോപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട. അതുപോലെ ഹെവി ആണെങ്കിൽ ഒരു സ്റ്റാഫ് വരും. ഇത് പുള്ളി തന്നെ വന്ന് പുള്ളിയുടെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു പുള്ളിയെ ഹെൽപ്പ് ചെയ്യുന്നു ലോഡ് ചെയ്യാൻ വേണ്ടി. അപ്പം പുഷ് ചെയ്ത് വെള്ളി കൊണ്ട് തരും. അപ്പം അങ്ങനെ എല്ലാവരുമായിട്ട് ഒരു പേഴ്സണൽ കണക്ഷൻസ് അതിൻ്റെ ആൾക്കുണ്ട്. അതാണ് ഇതിനകത്തെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അപ്പം അത് വെച്ചിട്ട്
നിങ്ങൾക്ക് എന്തെങ്കിലും ഷോപ്പിങ്ങിൻ്റെ ആവശ്യങ്ങൾ, ഹാർഡ്വെയർ ഷോപ്പിങ്ങിൻ്റെ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഷോപ്പിൽ പോവുക. അവിടുന്ന് ഒരുവിധപ്പെട്ട സാധനങ്ങളെല്ലാം തന്നെ കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ നോട്ടത്തിൽ. ബണ്ണിങ്സ് അത് കഴിഞ്ഞിട്ട് ഉള്ള ചോയ്സ് ആക്കുക. ഫസ്റ്റ് ചോയ്സ് ഇതുപോലുള്ള ചെറിയ കടകളിൽ നോക്കുക. അത് കഴിഞ്ഞ് ബണ്ണിങ്സിൽ പോവുക. ഇനി റിട്ടേൺ പോളിസി എന്നാന്ന് എനിക്കറിയില്ല, അത് ചോദിച്ച് മനസ്സിലാക്കിക്കോണം. പലരും പ്രൊമോഷനാണെന്ന് പറഞ്ഞൊരു ഫാഷൻ പരേഡ് നടത്തുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. ഞാൻ ഇന്ന് അവിടുന്ന് വാങ്ങിയ സാധനങ്ങളാണ് ഈ കാണുന്നത്. നിങ്ങൾ ആവശ്യം വരുമ്പം കടയിലൊന്ന് കയറുക, പുള്ളിയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുക, സാധനങ്ങൾ പറ്റുമെങ്കിൽ വാങ്ങുക. ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. പിന്നെ നിങ്ങൾ മൈൻഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സാധനം തിരിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കോണം. ആവശ്യമില്ലാത്തത് മേടിച്ചിട്ട് പിന്നെ തിരിച്ചു കൊടുക്കാതെ മേടിക്കാതിരിക്കുക എന്നുള്ളതല്ലേ ഏറ്റവും നല്ല പോളിസി. താങ്ക് യു.